بسم الله الرحمن الرحيم. വളരെ ശക്തമായ ആദർശ അടിത്തറയുള്ള ഇസ്ലാമിക പ്രമാണങ്ങളോടും ആ പ്രമാണങ്ങളെ വളരെ കൃത്യമായും വസ്തുതാപരമായും വിശകലനം ചെയ്ത് വിശദീകരിച്ചു തന്ന പ്രാമാണികരായ പണ്ഡിതന്മാരോടും വളരെ കൃത്യമായ ഒരു നയമോ നിലപാടോ സ്ഥിരതയുള്ള ഒരു കാഴ്ചപ്പാടോ ഒരു കാലത്തും വെച്ചു പുലർത്താൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് കേരളത്തിലെ വഹാബികൾ. യുക്തിവാദികളുടെ മുമ്പിൽ വഹാബികൾ അവതരിപ്പിക്കുന്ന അവർക്ക് സ്വീകാര്യമായി അവർ പരിചയപ്പെടുത്തുന്ന ഒരു പ്രമാണവും ഒരു പ്രാമാണികനായ പണ്ഡിതനും വഹാബികളുടെ ആശയങ്ങൾക്ക് അതേ പ്രമാണവും പ്രാമാണിക പണ്ഡിതനും എതിരായി വരുമ്പോൾ അവരെയൊക്കെ സുന്നികൾ വഹാബികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ യുക്തിവാദികളുടെ മുമ്പിൽ വഹാബികൾക്ക് സ്വീകാര്യമായ ആ പ്രമാണം വഹാബികൾക്കെതിരെയാകുമ്പോൾ സുന്നികളുടെ മുമ്പിൽ അവർ ദുർബലപ്പെടുത്തുകയാണ്. ഇത് തന്നെ വഹാബികളിലെ ഒരു ഗ്രൂപ്പ് മറുഗ്രൂപ്പിന്റെ മുമ്പിലും ഇതേ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ നിരന്തരമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ വളരെ കൃത്യമായി ഐക്യകണ്ഠേന അംഗീകരിച്ചു പോരുന്ന വളരെ പരിശുദ്ധമായ ഒരു പ്രമാണമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുഖാരി. ആ ബുഖാരിയോട് പോലും കൃത്യമായ ഒരു നിലപാടോ നയമോ സ്വീകരിക്കാൻ വഹാബികൾക്ക് സാധിക്കാറില്ല. ഒരു കാലത്തും അവരങ്ങനെ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുമില്ല. ഇതൊക്കെ പറയേണ്ടി വന്നത് ഈ അടുത്ത ദിവസം റഫീഖ് സലഫി ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ആശയത്തെ മറ്റൊരാൾ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് ബുഖാരിയുടെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുന്നത് കേട്ടപ്പോ ചില കാര്യങ്ങൾ ഓർമ്മ വന്നതാണ്. 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിമീങ്ങൾ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന പ്രമാണമാണ് ബുഖാരി എന്നൊക്കെ പറയുന്നത് സത്യമാണ്. നിരാക്ഷേപമായി ലോകത്ത് എക്കാലത്തും മുസ്ലിമീങ്ങൾ ബുഖാരിയെ പരിപൂർണമായും പ്രമാണമായി സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട്. പക്ഷെ അത് മുജാഹിദുകളുടെ വിഷയത്തിലേക്ക് എത്തുമ്പോ വഹാബികളുടെ കാര്യത്തിലാകുമ്പോ നിരാക്ഷേപം ബുഖാരിയെ വഹാബികൾ അംഗീകരിച്ചു പോന്നിരുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ച് അധികപ്പറ്റല്ലേ സലഫി? എങ്ങനെയാണ് ഇങ്ങനെ കണ്ണുചിമ്പി പച്ചയായ നുണ പറയാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത്? കഴിഞ്ഞ 10-60 കൊല്ലക്കാലം ബുഖാരിയിലെ വിശുദ്ധമായ ലോക മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന സ്വഹീഹായി സാക്ഷ്യപ്പെടുത്തിയ ഒരുപാട് ഹദീസുകളെ പച്ചയായി നിഷേധിച്ചുകൊണ്ടല്ലേ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിലെ പല വിശ്വാസങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഗിരിപ്രഭാഷണം നടത്താൻ വഹാബികൾ തയ്യാറായത്? 10-70 കൊല്ലക്കാലത്തെ വഹാബികളുടെ ചരിത്രം എന്താണ്? മന്ത്രം, സിഹർ, കണ്ണേറ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ബുഖാരി വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതും ലോക മുസ്ലിമീങ്ങൾ സ്വീകാര്യമായി സാക്ഷ്യപ്പെടുത്തിയതുമായ ഹദീസുകളെ പച്ചയായി നിഷേധിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ മതവിരുദ്ധമാണ് എന്ന് മുസ്ലിമീങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത്? ആ കാലഘട്ടങ്ങളിലൊക്കെ ബുഖാരിയെ നിരാക്ഷേപം മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോരുന്നു എന്ന നിലപാട് നിങ്ങൾക്കുണ്ടായിരുന്നു. ഇനി അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ഒരു ഗ്രൂപ്പുകാർക്കും ഒരു സംഘടനക്കും ബുഖാരിയുടെ കാര്യത്തിൽ തർക്കമില്ല എന്നാണ്. മുസ്ലിമീങ്ങളിലെ എല്ലാ കക്ഷികളും നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന സ്വഹീഹുൽ ബുഖാരി. ഇത് അതിനേക്കാളും വലിയ ഒരു ശുദ്ധ നുണയാണ്, പച്ച നുണയാണ് ഈ പറഞ്ഞത്. മുജാഹിദ് ഗ്രൂപ്പുകളിൽ പ്രഗത്ഭരായ മടവൂർ മുജാഹിദിനോടും ആ മടവൂർ മുജാഹിദ് ഇപ്പൊ ലയിച്ചു ചേർന്ന ഐക്യ മുജാഹിദിനോടും റഫീഖ് സലഫി ഉൾക്കൊള്ളുന്ന ജിന്നു മുജാഹിദുകൾക്കുള്ള വലിയ അഭിപ്രായ വ്യത്യാസം അവർ ബുഖാരിയെ സ്വീകരിക്കുന്നില്ല എന്നാണ്. ബുഖാരിയിലെ ഒരുപാട് ഹദീസുകൾ തള്ളിക്കളയുന്നു എന്നാണ്. നിരന്തരമായി മടവൂർ മുജാഹിദിനെതിരെ കേരളത്തിന്റെ കവലകളിൽ അങ്ങോളം ഇങ്ങോളം അവർ ധാരാളം ബുഖാരിയിലെ ഹദീസ് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് പച്ചയായി പ്രഭാഷണം നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലെ എല്ലാ ഗ്രൂപ്പുകളും ബുഖാരിയെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വൃത്തികെട്ട കളവാണ് സലഫി. ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ സത്യമാണ്. അവർ ബുഖാരിയെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിരാക്ഷേപം അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. എന്നാൽ മുജാഹിദുകൾ അങ്ങനെയല്ല. 10-70 കൊല്ലക്കാലം എല്ലാ വിഭാഗവും ഒന്നിച്ചു നിന്ന് ബുഖാരിയിലെ ഹദീസുകൾ എമ്പാടും നിഷേധിച്ച് അതിൽ നിന്ന് ഒരു വിഭാഗത്തിന് ചെറിയ ചില വെളിപാടുകൾ ഉണ്ടായി ചില ഹദീസുകളെ സ്വീകരിച്ചു. എന്നാൽ മറുഭാഗം ഇപ്പോഴും പഴയ രീതി സ്വീകരിച്ചു ധാരാളം ഹദീസുകൾ നിഷേധിച്ചു. ഇതൊക്കെയാണ് മുജാഹിദുകൾക്കിടയിലുള്ള വിഷയങ്ങൾ. ഇതൊക്കെ അറിയാവുന്ന റഫീഖ് സലഫി ഇങ്ങനെ ശുദ്ധമായ നുണ പറഞ്ഞാൽ എന്തു ചെയ്യും? മാത്രമല്ല കേരളത്തിലെ മുജാഹിദ് ഗ്രൂപ്പുകളിൽ പ്രഗത്ഭരായിരുന്ന മടവൂർ മുജാഹിദിലെ മൗലവിമാർ പരസ്യമായി തന്നെ ബുഖാരി തള്ളണം എന്ന് വിളിച്ചു പറയുന്ന ആളുകളാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്താലും ജനങ്ങളോട് പറയാതെ മാറ്റിവെക്കണം എന്ന് സംസാരിച്ചു കൊണ്ടിരുന്നവരാണ്. ഇനി ബുഖാരിയിലെ ഹദീസില്ല എന്ന ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു എന്നതിനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി കൃത്യമായി അതിന്റെ ആശയങ്ങൾക്കെതിരായി ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ
എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ ആ ഹദീസ് തൽക്കാലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവണം. അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, അതവിടെ തൽക്കാലം മാറ്റിവെക്കേണ്ടതുണ്ട്. മറ്റൊരു മൗലവി 60ഓളം ഹദീസ് താൻ ബുഖാരിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതിനെ വളരെ നിർവികാരത്തോടെ നേരിട്ടത് ആ 60 ഹദീസ് തള്ളിയതുകൊണ്ട് മുജാഹിദിന് എന്ത് നഷ്ടമുണ്ടായി എന്ന ലളിതമായ ചോദ്യം കൊണ്ടാണ്. ഇതെന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടാൻ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഇതൊക്കെയാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ സംഭവങ്ങൾ. ഈ വസ്തുതകളൊക്കെ വ്യക്തമായി അറിയുന്ന റഫീഖ് സലഫി മറ്റൊരാളോട് മറുപടി പറയുമ്പോൾ അയാൾ ബുഖാരിയിലെ ചില കാര്യങ്ങൾ നിഷേധിച്ചെന്ന് പറഞ്ഞ് അയാളെ കുതിര കയറാൻ ഇപ്പുറത്ത് ഈ കാര്യങ്ങളെ മുഴുവനും ബോധപൂർവം മറച്ചു പിടിക്കുകയാണ്. റഫീഖ് സലഫി മറുപടി ആർക്കാണോ പറഞ്ഞത് ആ വ്യക്തിയെ പോലെ അയാളെപ്പോലെയോ അയാളെക്കാൾ അധികമോ ആയി ഹദീസുകളെ തള്ളിയ ഗ്രൂപ്പാണ് മുജാഹിദ് ഗ്രൂപ്പ് 10-70 കൊല്ലത്തിലേറെക്കാലം. പിന്നീട് അതിൽ നിന്നൊരു വിഭാഗം ചില ഹദീസുകളെ സ്വീകരിച്ചു, മറുഭാഗം ഇപ്പോഴും അതേ നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ ഇനിയുള്ള രസം എന്താണ്? റഫീഖ് സലഫി പറയാണ് ബുഖാരിയുടെ മഹത്വം അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വഹീഹാണ് എന്നാണ് മുസ്ലിം ലോകം അതിനെ വിലയിരുത്തുന്നത്. ഇതും റഫീഖ് സലഫിയെ സംബന്ധിച്ചിടത്തോളം വിടുവായിത്തം മാത്രമാണ്. കേരളത്തിലെ മുജാഹിദുകൾ 10-70 കൊല്ലത്തിലേറെക്കാലം ഒന്നടങ്കം അവർ ഒന്നിച്ചു നിന്ന് നിഷേധിച്ചു ബുഖാരിയിലെ പല ഹദീസുകളും എന്നതിന്റെ പുറമെ ഇപ്പോൾ അതിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അതേ ഹദീസുകളെയൊക്കെ ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുൾപ്പെടെ റഫീഖ് സലഫി പറയുന്ന ഈ നിലപാട് റഫീഖ് സലഫിയുടെ കാര്യത്തിൽ പോലും സത്യസന്ധമല്ല. മാത്രമല്ല മതപരമായി ഇസ്ലാമിന്റെ പല നിയമങ്ങൾക്കും രേഖയായി പരിഗണിക്കുന്നത് ഈ സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത, അവിടുന്ന് പഠിപ്പിച്ച, ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ആശയങ്ങൾ സത്യസന്ധമായി മതനിലപാടാണ് എന്ന് സ്വീകരിക്കാൻ റഫീഖ് സലഫിക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുന്നത് മതവിരുദ്ധമാണ് എന്ന് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന റഫീഖ് സലഫിക്ക് എങ്ങനെയാണ് ഇമാം ബുഖാരി സ്വീകാര്യനാവുക? എങ്ങനെയാണ് ബുഖാരി സ്വീകാര്യമാവുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടുള്ള സുവിശേഷം അബൂലഹബിന്റെ മുമ്പിൽ അറിയിക്കപ്പെട്ടപ്പോൾ ആ സന്തോഷ വാർത്ത കേട്ട ഉടനെ ആ വാർത്തയുമായി കടന്നു വന്ന സുവൈബത്ത് എന്ന് പറയുന്ന അടിമ സ്ത്രീയെ അബൂലഹബ് എന്ന് പറയുന്ന സത്യനിഷേധിയായ മനുഷ്യൻ സ്വതന്ത്രയാക്കി എന്ന കാരണത്താൽ അബൂലഹബിന് ചില ഇളവുകൾ നൽകുമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച മഹാനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വേണ്ടി മറ്റൊരാളോട് വാദിക്കുന്ന റഫീഖ് സലഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലെത്തുമ്പോൾ ആറുവഷളൻ മടവൂരി നിലപാടിലേക്ക് കടന്നു പോകുകയാണ്. ഈ വിഷയം പറയുമ്പോൾ എന്താണ് റഫീഖ് സലഫിയുടെ നിലപാട്? പരസ്യമായും പച്ചയായും ബുഖാരിയിലെ ഹദീസുകളും ആശയങ്ങളും തള്ളുമെന്ന് പ്രഖ്യാപിച്ച മടവൂർ മുജാഹിദിന്റെ അതേ പക്ഷത്തു നിൽക്കും. അതാണ് മടവൂർ മുജാഹിദ് പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ സംഭവത്തെ പറ്റി. ഇതുപോലെ വേറെ ചില ഹദീസുണ്ടല്ലോ. അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട്. പ്രവാചകൻ പ്രസവിക്കപ്പെട്ട അന്ന് അബൂലഹബ് ആ സന്തോഷം കാരണം സുവൈബ എന്ന അടിമയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്പൊ നബി ജനിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ അടിമ സ്ത്രീയെ അബൂലഹബ് മോചിപ്പിച്ചത് എന്ന കാര്യത്തിലൊന്നും ഇനി റഫീഖ് സലഫി സംശയിക്കും വേണ്ട, ആളുകളെ സംശയിപ്പിക്കാനും ശ്രമിക്കണ്ട. കാരണം അത് കുഴിപ്പുറം സുല്ലമി എന്ന് പറയുന്ന മടവൂരി മൗലവി തന്നെ പരസ്യമായി അംഗീകരിക്കുന്നുണ്ട്. നബി ജനിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ്. ചെയ്ത കാര്യമോ പുണ്യകർമ്മവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നരകത്തിൽ കൈവിരലിലൂടെ പ്രത്യേക കുടിവെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ബുഖാരിയല്ലേ? അത് ബുഖാരിയാണ്. ഏത് ബുഖാരി? റഫീഖ് സലഫി വാനോളം പുകഴ്ത്തിയ ബുഖാരി. നിരാക്ഷേപം ഇന്നുവരെ ലോകത്താരും തള്ളിപ്പറയാത്ത ബുഖാരിയായി റഫീഖ് സലഫി പരിചയപ്പെടുത്തിയ അതേ ബുഖാരി. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസകാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ ആധികാരിക ഗ്രന്ഥമെന്ന് മറ്റൊരാളോട് ബുഖാരി പോരിഷ പറഞ്ഞു പ്രഖ്യാപിച്ച റഫീഖ് സലഫി പരിചയപ്പെടുത്തിയ അതേ ബുഖാരി. ആ ബുഖാരിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ച മുസ്ലിമിന് മാത്രമല്ല അമുസ്ലിമായ അബൂലഹബിന് നരകത്തിൽ ഒരു ഇളവ് കിട്ടി എന്ന വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ഹദീസ് മുജാഹിദീങ്ങൾ വിലക്കെടുക്കാറുണ്ടോ? ഇല്ല.
മുജാഹിദുകൾ വിലക്കെടുക്കാറില്ല. അത് മടവൂർ മുജാഹിദ് മാത്രമല്ല, മടവൂരും KNM-ഉം ലയിച്ചു ചേർന്ന ഐക്യ മുജാഹിദ് മാത്രമല്ല, ഇപ്പോൾ ബുഖാരിയുടെ പോരിശ പറഞ്ഞ് രംഗത്ത് വന്ന റഫീഖ് സലഫിക്കും ഈ കാര്യം ഇമാം ബുഖാരി പറഞ്ഞത് ഒട്ടും ദഹിക്കുന്നതല്ല. ഈ ജാതി ഒരു ഓന്തു സ്വഭാവം, ഒരു കൃത്യമായ നിലപാടോ ആശയമോ വ്യക്തതയോ ഒരു കാര്യത്തിലും സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരു ഈനാമ്പേച്ചി ആശയം, ഇതും പേറിയിട്ടാണ് റഫീഖ് സലഫി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്തുകൊണ്ട് ഖുർആനെതിരാണ് ഈ ഹദീസ് മുജാഹിദീങ്ങൾ വിലക്കെടുക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഖുർആനെതിരാണ്. ഈ വിഷയത്തിൽ ഈ കുഴിപ്പുറം സുല്ലമി എന്ന് പറയുന്ന ജന്ന് മുജാഹിദുകൾ യുക്തിവാദികളെന്നും ചേകന്നൂരികളെന്നും വിശേഷിപ്പിക്കുന്ന മടവൂർ മുജാഹിദുകൾക്ക് എന്താണോ നിലപാട്, അതേ നിലപാടാണ് ജിന്നു മുജാഹിദുകൾക്കും ഉള്ളത്. എന്നാൽ അതേ ജിന്നു മുജാഹിദിൽപ്പെട്ട റഫീഖ് സലഫിയാണ് മറ്റൊരാള് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇമാം ബുഖാരിയെ തള്ളി എന്ന് പറഞ്ഞ് അയാളെ മേക്കിട്ട് കയറുന്നത്. സലഫി ഇതെല്ലാരും കണക്കാ. ഇതിൽ കുഞ്ഞേ മൂലർ പറഞ്ഞ മാതിരി നിങ്ങൾ മറുപടി പറഞ്ഞ വിദ്വാനും നിങ്ങളും ഹദീസ് നിഷേധത്തിന്റെ പേരിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മടവൂരി മുജാഹിദുകളും എല്ലാം ഇതിൽ കണക്കാണ്. ഇനിയുമുണ്ട് ഇവരുടെ കാര്യത്തിലുള്ള തമാശകൾ. ഔദ്യോഗിക മുജാഹിദിൽ നിന്ന് റഫീഖ് സലഫിയുടെ ജിന്നി വിഭാഗം മുജാഹിദുകൾ പുറത്തു പോരുന്നത് അവരെല്ലാവരും ദുർബല ഹദീസായി പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസിന്റെ കാരണത്താലാണ്. ആ ദുർബലമായ ഹദീസിന്റെ വിഷയത്തിൽ ഔദ്യോഗിക മുജാഹിദുമായി ജിന്നു മുജാഹിദുകൾക്ക് മല്ലിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ ഹദീസുകളെ വെച്ച് ഇമാമിയങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മതവിരുദ്ധമാണെന്നോ ശിർക്കുള്ളതാണെന്നോ ബിദ്അത്തുള്ളതാണെന്നോ പറയാൻ പാടില്ല. ഇമാമുകൾ ഒരിക്കലും തന്നെ ശിർക്കും ബിദ്അത്തും ഒന്നും പ്രചരിപ്പിക്കുകയില്ല അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔദ്യോഗിക മുജാഹിദിനോട് ഈ വാദം ഉന്നയിച്ച് അവരുടെ ഭാഷയിൽ ഒരു ദുർബല ഹദീസിനെ ന്യായീകരിക്കാൻ വേണ്ടി മുജാഹിദ് സംഘടനയെ പിളർത്തിയ ആ ജിന്നു മുജാഹിദിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ റഫീഖ് സലഫി അടക്കമുള്ള ജിന്നു മുജാഹിദിലെ മൗലവിമാർ അതേ ഔദ്യോഗിക മുജാഹിദിന്റെ നിലപാട് സ്വീകരിച്ച് അവർക്ക് താല്പര്യമില്ലാത്തടത്ത് ഇമാമിങ്ങളെയും തള്ളുകയാണ്. ഈ ഹദീസ് തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ വളരെ കൃത്യമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ചെയ്ത ഭാഗങ്ങളിൽ നിരുപാധികം ഇത് നിഷേധിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ നടത്തിയ ഒരു വിഷയമായതുകൊണ്ട് ആ ഇളവ് യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നതിന് മതപരമായി തടസ്സമില്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. ഇമാമിയങ്ങൾ തെറ്റായത് പ്രചരിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗിക മുജാഹിദിനോട് അവരുടെ ഭാഷയിലുള്ള ഒരു ദുർബല ഹദീസിന്റെ പേരിൽ മസിൽ പിടിച്ച് സംഘടനയെ പിളർത്തിപ്പോന്ന ആളുകൾ വിഷയത്തിലെത്തുമ്പോ അവരുടെ അതേ പരിപാടി ഇവരും ആവർത്തിക്കുകയാണ്. ഇബ്നു ഹജർ തങ്ങൾ ഈ പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതൊക്കെ മതവിരുദ്ധമാണ് എന്ന് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുക? ഖുർആനിനെതിരാണ് എന്ന് ഇവരെങ്ങനെ പറയും? ഔദ്യോഗിക മുജാഹിദിനോട് ഇതേ വിഷയം പറഞ്ഞ് സംഘടന പിളർത്തിപ്പോന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇബ്നു കസീറിനെയൊക്കെ വലിയ ആധികാരിക പണ്ഡിതനായും അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തെ പ്രാമാണിക ഗ്രന്ഥമായും റഫീഖ് സലഫി പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥം വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. ഇത് അതിലും വലിയ തമാശയാണ്. ഇബ്നു കസീറിന്റെ ചരിത്ര ഗ്രന്ഥം വളരെ ആധികാരികമാണെന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് മറുപടിയും ഖണ്ഡനവുമായി ഇബ്നു കസീറിനെ കൂട്ടുപിടിച്ച് രംഗത്ത് വരികയാണ് റഫീഖ് സലഫി. എന്നാൽ അതേ റഫീഖ് സലഫി നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ ഇതേ ഇബ്നു കസീർ ആധികാരികമല്ലെന്ന് പറയേണ്ടി വരികയാണ്. ഇബ്നു കസീർ മതവിരുദ്ധവും കള്ളത്തരങ്ങളും പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരികയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ സംഭവത്തെ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റഫീഖ് സലഫിക്ക് ആധികാരികമായ ഒരു പ്രാമാണിക പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം വളരെ കൃത്യമായി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അബ്ബാസ്, അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടത് അവരുടെ കുടുംബമായ അബ്ബാസ് തങ്ങളാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വഫീഹി അന്ന അബാ ലഹബ് ഖാല ലിൽ അബ്ബാസ്, അബ്ബാസ് തങ്ങളോട് അബൂലഹബ് സ്വപ്നത്തിൽ പറയുകയാണ്, ഇന്നഹു ലയുഖഫഫു അലയ്യ ഫീ മിസ്ലി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച പോലെയുള്ള ദിവസങ്ങളിൽ എനിക്ക് നരകശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുകയാണ്, എന്താണ് അതിന്റെ കാരണം? ലമ്മ ബശറത്തുഹു സുവൈബ, സുവൈബ എന്ന് പറയുന്ന അടിമപ്പെണ്ണ് അബൂലഹബിന് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ബിമീലാദി ഇബ്നി അഖീഹി മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന തന്റെ സഹോദരപുത്രന്റെ ജന്മദിനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ
ആ സുവിശേഷവുമായി കടന്നു വന്ന സമയത്തു തന്നെ സുവൈബത്തിനെ അബൂ ലഹബ് സ്വതന്ത്രയാക്കുകയാണ്. ഫജൂസിയ ബിദാലിക ലിദാലിക. അതുകൊണ്ട് അങ്ങനെ നരകത്തിൽ ഇളവ് നൽകപ്പെടുക എന്ന രീതിയിൽ ഇത് കാരണമായി അബൂ ലഹബിന് പ്രതിഫലം നൽകപ്പെടുന്നു എന്ന് ഇബ്നു കസീർ എന്ന് പറയുന്ന റഫീഖ് സലഫി ആധികാരികമായി പരിചയപ്പെടുത്തിയ പണ്ഡിതൻ തന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വിശദീകരിക്കുകയാണ്. ഒരു ഭാഗത്ത് അവർ സ്വീകരിക്കുന്ന ആശയങ്ങളും അവർ സ്വീകരിക്കുന്ന ഗ്രന്ഥങ്ങളും അവർ പൊക്കിപ്പറയുന്ന പ്രാമാണിക പണ്ഡിതന്മാരും അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന അവരുടെ വൃത്തികെട്ട ആശയങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ നിസ്സങ്കോചം ആ ഇമാമിങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഒക്കെ തോട്ടിലേക്കെറിയുന്ന വൃത്തികേട് ചേകന്നൂരിനെ പോലെ മടവൂർ മുജാഹിദുകളെ പോലെ ഒട്ടും പറയിലല്ലാതെ ജിന്നു മുജാഹിദുകളും നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുമുണ്ട് ഇതിൽ വലിയൊരു തമാശ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദോ ജിഫ്രി തങ്ങളോ അതുപോലെയുള്ള സുന്നി പണ്ഡിതന്മാരോ ഇങ്ങനെ അബൂ ലഹബുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടു പറഞ്ഞാൽ ആ പണ്ഡിതന്മാരെ മുഴുവനും കള്ളന്മാരും ഖുറാഫികളും കരിഞ്ചന്തക്കാരും മതത്തിൽ കളവ് പ്രചരിപ്പിച്ചവരും ഒക്കെയായി മുദ്ര കുത്തുകയും ചാപ്പ കുത്തുകയും ചെയ്യുന്ന ഇതേ മൗലവിമാർ ഈ പണ്ഡിതന്മാരൊക്കെ ഇത് ഉദ്ധരിച്ച ആ പണ്ഡിതന്മാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത ഇബ്നു കസീറിനെയോ ഇമാം ബുഖാരിയെയോ ഇബ്നു ഹജർ തങ്ങളെയോ ഇതേപോലെ കള്ളനോ ഖുറാഫിയോ കുബൂരിയോ ആക്കുന്നില്ല. ഇങ്ങനെ ഇരട്ടത്താപ്പും വൈരുദ്ധ്യവും നിറഞ്ഞ വിവരക്കേടിന്റെ ആശാന്മാരാണ് യുക്തിവാദികളോടും ബുഖാരി നിഷേധികളോടും മറുപടി പറയാൻ വന്നുകൊണ്ടിരിക്കുന്നത്. റഫീഖ് സലഫി, എങ്ങനെയാണ് താങ്കൾ ബുഖാരി അംഗീകരിക്കുക? എങ്ങനെയാണ് ഇമാം ബുഖാരി നിങ്ങൾക്ക് സ്വീകാര്യനാവുക? എങ്ങനെയാണ് ഇബ്നു കസീർ നിങ്ങൾക്ക് സ്വീകാര്യനാവുക? നിങ്ങൾ ഈ മതത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിരുദ്ധമാണെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിർക്കാണെന്ന് നിങ്ങൾ വിലപിച്ചുകൊണ്ടിരിക്കുന്ന വിദഅത്താണെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നൂറ് കാര്യങ്ങൾ ഈ സമുദായത്തിലേക്ക് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഗ്രന്ഥങ്ങളാക്കി പകർന്നു തന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചവരല്ലേ അവരൊക്കെ? പിന്നെ എങ്ങനെയാണ് ആ ഇമാമിങ്ങളെയൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുക? ഇമാം ബുഖാരി എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വീകാര്യനാവുക? ഇരട്ടത്താപ്പ് എന്നും വൈരുദ്ധ്യമെന്നും ഒക്കെ അല്ലാതെ മലയാളത്തിൽ നിങ്ങളുടെ ഈ വൃത്തികെട്ട നിലപാടുകളോട് ചേർന്നു നിൽക്കുന്ന മാന്യമായി പറയാൻ പറ്റുന്ന മറ്റൊരു മലയാളമില്ല തന്നെ.